വയനാടുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. അവിടെ ചികിത്സാ സഹായം ലഭിക്കുന്നില്ല, അതോടൊപ്പം തന്നെ വാടക കുടിശ്ശികയുണ്ട്, ഭക്ഷ്യ കിറ്റുകൾ ലഭിക്കുന്നില്ല എന്നടക്കമുള്ള നിരവധി പരാതികൾ. ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ നേരത്തെ ഇടപെടൽ നടത്തിയിരുന്നു. എന്താണ് ഇത്തരമൊരു പരാതിയുടെ അടിസ്ഥാനം? അല്ല, ഞാൻ പറഞ്ഞത് രാവിലെ നമുക്ക് റിപ്പോർട്ടറിലൂടെ കിട്ടിയ പരാതി ഒറ്റയാളുടെയാണ്. സൈനബ എന്ന് പറഞ്ഞ ഒരാൾക്ക് അവർക്ക് 10,000 രൂപയുടെ അടിയന്തര സഹായം കിട്ടിയിട്ടുണ്ട്. 300 രൂപ വീതമുള്ള ജീവനോപാധി 2 മാസം കിട്ടിയിട്ടുണ്ട്. അവർക്ക് വാടക കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് മാറിയപ്പോൾ രേഖാമൂലം രജിസ്റ്റർ ചെയ്യാത്തതാണോ എന്നാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാടക കിട്ടാത്ത ഒരു പരാതിയും യഥാർത്ഥത്തില്ല. വാടക സർക്കാർ തീരുമാനിച്ചിട്ടുള്ള ക്യാമ്പുകളിൽ നിന്ന് മാറി താമസിച്ച എല്ലാവരുടെയും പേരിൽ അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും പരാതി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നൊരു കേസ് പരാതി പറഞ്ഞു. നേരത്തെ റിപ്പോർട്ടറിൽ നിന്ന് നമ്മുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രശ്നം, ലത എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്, ആ മരണം ഞാൻ കണ്ടതാണ്. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ വിരലുണ്ടായിരുന്ന ഇവരുടെ പേരെഴുതിയ മോതിരം കാണാനില്ല എന്നൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ആ മോതിരം കണ്ടെത്തി. മാനന്തവാടി സബ് കളക്ടറുടെ റെക്കോർഡിൽ പിന്നെ മേപ്പാടി പോലീസ് സ്റ്റേഷൻ്റെ നമ്പറോട്, ക്രൈം നമ്പറോട് കൂടി അത് അവിടെയുണ്ട്. അത് അവർക്ക് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാകും. 3 മാസക്കാലം ജീവനോപാധി എല്ലാവർക്കും കിട്ടും. 90 ദിവസം ജീവനോപാധി എല്ലാവർക്കും കിട്ടും. വലിയ പരാതികൾ യഥാർത്ഥത്തിലില്ല. ഈ ഭക്ഷ്യ കിറ്റിൻ്റെ സൗജന്യ കിറ്റിൻ്റെ എന്തെങ്കിലും? അല്ല, ഭക്ഷ്യ കിറ്റ് നമ്മുടെ കയ്യിൽ ലഭ്യമായ ഭക്ഷ്യ കിറ്റുകൾക്ക് വേണ്ടി ആദ്യത്തെ 4 മാസക്കാലം ഭക്ഷ്യ കിറ്റുകൾ ലഭ്യമായി പോകുമ്പോൾ കൊടുത്തു. അതിന് പുറമെ നമ്മുടെ കയ്യിൽ സമാഹരിച്ചിട്ടുള്ള ബാക്കി പൂർണ്ണമായും കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇനി ഭക്ഷ്യ കിറ്റുകൾ ആവശ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അത് സമാഹരിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. വേറെ പ്രശ്നമില്ല. സഹായവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ സർക്കാരിന് മുന്നിൽ ഇതുവരെ സർക്കാരിൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഈ ദുരന്തത്തിൽ പെട്ടവർക്ക് ഏതെങ്കിലും വിധത്തിൽ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ കിടന്നതിൻ്റെ തുടർച്ചയായിട്ടോ ആശുപത്രിയിൽ കിടന്നതിൻ്റെയോ ചികിത്സാ സഹായം ലഭ്യമായില്ലെങ്കിൽ രേഖാമൂലം അറിയിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ള പ്രശ്നം പരിഹരിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളായിരിക്കും. ഇതിനെ സാമാന്യവൽക്കരിക്കേണ്ട. ഇത്രയേറെ വലിയൊരു ദുരന്തം ഉണ്ടായതിനിടയിൽ 1, 2, 3, 4, 5 ഒക്കെ ആയി വരുന്ന ക്ലറിക്കലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് മാത്രമല്ല, പിന്നെ വയനാട്ടിൽ അസിസ്റ്റൻറ്റ് കളക്ടറെ കൺവീനറാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ സമിതി തന്നെ രൂപം കൊടുത്തിട്ടുണ്ട്. അതായത് പുനരധിവാസത്തിന് ശേഷം പുനരധിവാസത്തിൽ ഉൾപ്പെട്ടവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അസിസ്റ്റൻറ്റ് കളക്ടർ തന്നെ കൺവീനറായിട്ടുള്ള ഒരു പ്രത്യേക സെൽ ജില്ലാ കളക്ടറേറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പരാതി കൊടുത്താൽ മണിക്കൂറുകൾക്കകം അത് പരിഹരിക്കാനുള്ള മാർഗം ആലോചിക്കും. രാവിലെ റിപ്പോർട്ടറിലൂടെ വാടക കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു ഉമ്മയുടെ പ്രശ്നം അപ്പോൾ തന്നെ ജില്ലാ കളക്ടർ വിളിച്ചിട്ടുണ്ട്. വൈത്തിരിയിലെ തഹസിൽദാർ അത് അന്വേഷിക്കുകയാണ്. അവരെ പോയി കണ്ട പ്രശ്നം പരിഹരിക്കും. ഏതായാലും ഉയർന്ന 3 പരാതികളിലും വ്യക്തമായ നടപടി ഉണ്ടാകും, പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രി ഉറപ്പു നൽകുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.